ഒളിച്ചോട്ടത്തിന് പ്രേരിപ്പിക്കുന്നത് അഗാധമായ പ്രണയമാണ്. പ്രണയം പെരുകുന്നതിന് പിന്നിൽ നിന്ന് ഏറ്റവും കൂടുതൽ കാരണമാകുന്നത് മൊബൈൽ, സോഷ്യൽ മീഡിയകൾ അടക്കമുള്ള ആശയവിനിമയ ഉപാധികളാണ്. വിവാഹിതരായ സ്ത്രീ പുരുഷന്മാർക്കിടയിൽ ഒട്ടുമിക്ക സോഷ്യൽ നെറ്റ്വർക്ക് ബന്ധങ്ങളും വെറും സൗഹൃദത്തിലാണ് തുടങ്ങുക. പക്ഷേ അവരുടെ ദാമ്പത്യത്തിൽ അസ്വാരസ്യങ്ങളുണ്ടെങ്കിൽ പലപ്പോഴും ഇത്തരം സൗഹൃദങ്ങൾ അവസാനിക്കുക അവിഹിത ബന്ധത്തിലായിരിക്കും. അത്യാധുനിക സൗകര്യങ്ങളുള്ള മൊബൈൽ ഫോണിന്റെ പ്രചാരണം ഏറിയതോടെ ടെലിഫോൺ രതിയിലേർപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. മൊബൈൽ ഫോൺ കാമുകനെ തേടി വീട് വിട്ട് ഇറങ്ങുന്ന കാമുകിമാർ വർദ്ധിച്ചു വരുന്നു. ഒരു പരിചയവുമില്ലാത്ത, ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത വ്യക്തിയുടെ വാക്കുകൾ വിശ്വസിച്ച് ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ച് യുവതികൾ ഇറങ്ങിപ്പോകുന്ന കേസുകൾ ഇന്ന് ധാരാളം കേൾക്കുന്നുണ്ട്. സാങ്കേതിക പുരോഗതിയുടെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണിത്. കേരളത്തിൽ ഈ അടുത്ത കാലത്തായി കേൾക്കുന്നതാണ് മിസ്ഡ് കോളുമായി ബന്ധപ്പെട്ട വിവാഹേതര ബന്ധങ്ങൾ. പണ്ടൊക്കെ ചെറുപ്പക്കാരികളായിരുന്നു മിസ്ഡ് കോൾ വലയിൽ കുടുങ്ങിയിരുന്നത് എങ്കിൽ ഇന്നങ്ങനെയല്ല. പലരിലും പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് ഭർതൃമതിയും മുതിർന്ന മക്കളുമുള്ള മധ്യവയസ്കരായ സ്ത്രീകളാണ്. ഫോണിൽ പരസ്പരം കാണാതെ സംസാരിക്കുന്ന ഇവർ സ്വയം സൃഷ്ടിച്ചു കൂട്ടുന്ന കാൽപ്പനികതയുടെ ലോകത്തായിരിക്കും മിക്ക സമയങ്ങളിലും. വിവാഹബന്ധത്തിലൂടെ നഷ്ടപ്പെടുന്ന കാൽപ്പനികതയുടെ നിലാവും പൂവുമൊക്കെ വീണ്ടെടുക്കാനുള്ള വഴിയാകുന്നു ഫോൺ സംസാരം. മിസ്ഡ് കോൾ പരിചയങ്ങൾ പലതും ആദ്യം മര്യാദയോടെയാവും മുന്നേറുന്നത്. അങ്ങേ തലക്കലുള്ള സ്ത്രീ തന്റെ വരുതിയിലായി എന്ന് ബോധ്യം വരുന്നതോടെ സംഭാഷണങ്ങളുടെ രീതിയും ഭാവവും മാറും. അത് ഫോൺ രതിയിലും നേരിട്ടുള്ള ബന്ധത്തിലുമെത്തുന്നു. പിന്നീട് അത് പിടിക്കപ്പെടുമെന്ന് ഉറപ്പാകുമ്പോൾ പ്രതിരോധമെന്ന നിലയിൽ മക്കളെയോ ഭാര്യയുടെ ഭർത്താവിനെയോ കൊലപ്പെടുത്തുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്നു. കല്യാണം പന്തലിൽ വെച്ച് എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ട് കാമുകനോടൊപ്പം നാട് വിട്ട് മതം മാറാൻ പ്രേരിപ്പിച്ചതും പ്രണയം തന്നെയാണ്. സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള മാനസിക അടുപ്പമാണ് പ്രണയം. പ്രണയത്തിൽ ന്യൂറോ കെമിക്കലാണ് അടുപ്പമുണ്ടാക്കുന്നത്. പ്രായമോ വിദ്യാഭ്യാസമോ സ്ഥാനമോ ഒന്നും തന്നെ പ്രണയത്തെ തടുത്തു നിർത്തുന്നില്ല. മനഃശാസ്ത്ര വിദഗ്ധരുടെ അഭിപ്രായത്തിൽ 3 ഘട്ടങ്ങളിലൂടെ പ്രണയത്തിന് സ്വാഭാവികത കൈവരുന്നു. 1-ാം ഘട്ടം സ്ത്രീ പുരുഷന്മാർക്ക് എവിടെ വെച്ചും ഉണ്ടാകുന്ന ലൈംഗിക ആകർഷണമാണ്. ഈ ആകർഷണം ആരോടുമുണ്ടാവാം. വിദ്യാഭ്യാസവും സ്ഥാനമാനങ്ങളും ഇവിടെ പ്രശ്നമല്ല. ടെസ്റ്റോസ്റ്റിറോൺ എന്ന പുരുഷ ഹോർമോണിന്റെയും ഈസ്ട്രജൻ എന്ന സ്ത്രീ ഹോർമോണിന്റെയും സംഭാവനയാണ് ഈ അടുപ്പം. എതിർലിംഗത്തിൽപ്പെട്ടവർ തന്നെ ശ്രദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്നതും അവരുടെ അംഗീകാരം കൊതിക്കുന്നതുമൊക്കെ ഇതുകൊണ്ടാണ്. ഇത് അപരൻ അറിയണം എന്നില്ല. ഇത് കഴിഞ്ഞാൽ 2-ാം ഘട്ടത്തിൽ ഒന്ന് നേരിൽ കാണാനും സംസാരിക്കാനുമൊക്കെ ആഗ്രഹിക്കുന്നു. അപ്പോൾ ശാരീരിക മാറ്റങ്ങൾ ഉണ്ടാകുന്നു. തൊണ്ടവരളൽ, ഇടറൽ, വിയർക്കൽ തുടങ്ങിയവ നോർ അഡ്രിനാലിൻ എന്ന കെമിക്കലിന്റെ ഭാഗമായിട്ടാണ് ഉണ്ടാവുന്നത്. തുടർന്ന് 3-ാം ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഫേസ്ബുക്ക്, മൊബൈല്, വാട്സാപ്പ് തുടങ്ങിയവയിലൂടെ ബന്ധങ്ങൾ വളരുന്നു. ഈ ഘട്ടത്തിൽ വിവേകത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നു. തിരിച്ചറിവ് നഷ്ടപ്പെടുന്ന അവസ്ഥയിലെത്തുന്നു. വീട്ടുകാരോടും മറ്റും റിബലായി പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. അക്രമം കാട്ടുന്നു. താൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ കണ്ണടച്ച് വിശ്വസിക്കേണ്ടി വരുന്നു. ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്നീ കെമിക്കലുകളുടെ ഫലമായിട്ടാണ് ഇത് സംഭവിക്കുന്നത്. പിന്നീട് സ്പർശന, ചുംബന, ശാരീരിക ബന്ധത്തിലേക്ക് ഈ ഹോർമോൺ തള്ളിയിടുന്നു. ഇത്തരം സാഹചര്യമുണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തലാണ് ബുദ്ധി. ഇവിടെ ഒരു കാര്യം അറിയേണ്ടത് അവഗണിക്കപ്പെടേണ്ട ഒന്നല്ല പ്രണയം എന്നതാണ്. കൗമാരക്കാരുടെ ഇടയിൽ ചെറിയ തോതിൽ അതൊക്കെ ഉണ്ടാകും. കുറച്ചു കഴിഞ്ഞാൽ ശരിയായിക്കൊള്ളും എന്ന് പറയുന്നത് അപകടമാണ്. തുടക്കത്തിൽ തന്നെ ചികിത്സിച്ചാൽ ഫലം ചെയ്യും. കടുപ്പം കൂടിയാൽ മരുന്ന് ഫലം ചെയ്യാൻ പ്രയാസമാണ്. മറ്റു മതത്തിൽപ്പെട്ടവരുമായി പ്രണയം തുടങ്ങി അവസാനം മതം മാറി വിവാഹിതരായ നിരവധി പേരുണ്ട്. വശീകരണം നടത്തിയും മറ്റും പ്രേമത്തിലെത്തിക്കുകയും മതം മാറ്റുകയും ചെയ്യുന്ന സംഘങ്ങൾ ഇന്ന് നിലവിലുണ്ട്. പ്രണയം തെറ്റാണ്. ഇസ്ലാം അനുവദിക്കുന്നില്ല. അന്യസ്ത്രീ പുരുഷന്മാരുടെ നോട്ടം, സ്പർശനം എല്ലാം ഹറാമാണ്. പല പെൺകുട്ടികളും പ്രണയത്തിലകപ്പെട്ട് ഫോട്ടോ എടുക്കാൻ നിന്നുകൊടുക്കുന്നു. അങ്ങനെ പെൺകുട്ടികൾക്ക് ഈ വിവാഹാലോചനകൾ വരുമ്പോൾ കാമുകൻ ഫോട്ടോ കാണിച്ച് വിവാഹം മുടക്കുന്നു. അപ്പോഴാണ് പെൺകുട്ടി താൻ ചെയ്ത പ്രവൃത്തിയുടെ അനന്തരഫലം അറിയുന്നത്. അതുകൊണ്ട് പെൺകുട്ടികൾ പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ ബോധമുള്ളവരാകണം. തന്റെ ശരീരവും മാനവും മറ്റുള്ളവരുടെ മുമ്പിൽ അടിമപ്പെടുത്തുകയില്ല എന്നുറപ്പിക്കണം. തന്നോട് മോശമായി പെരുമാറുന്നവരോട് നോ പറയാൻ ധൈര്യം കാണിക്കണം. അപമര്യാദയായി പെരുമാറുന്നവരെക്കുറിച്ച് വീട്ടുകാരോട് തുറന്നു പറയണം. പ്രണയജീവിതം നയിക്കുന്നവർക്ക് അതിൽ നിന്ന് മോചനം നേടണമെങ്കിൽ പല വഴികളുമുണ്ട്. വിവിധ ഘട്ടങ്ങളിലൂടെയാണ് ഒഴിവാക്കൽ രീതി സ്വീകരിക്കുന്നത്.
തുടക്കമാണോ, മധ്യനിരയിലാണോ, ഗാഢമായതാണോ എന്ന് നോക്കിയ ശേഷം ഓരോന്നിന്റെയും പ്രതിവിധി സ്വീകരിക്കാൻ പറ്റുന്ന ഒരു രീതി ഇങ്ങനെയാണ്. കാമുകി അല്ലെങ്കിൽ കാമുകന്റെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തുക. സൗന്ദര്യവും മഹത്വങ്ങളും മാത്രം മുന്നിൽ കാണുന്നതുകൊണ്ടാണ് പ്രേമം കലശലാവുന്നത്. മറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നതും ഈ രോഗത്തിനൊരു ചികിത്സയാണ്. ന്യൂനതകൾ മനസ്സിൽ ചിത്രീകരിച്ച് നടക്കുക. അത് ആ വ്യക്തിയോട് വെറുപ്പുണ്ടാക്കി തീർക്കും. വെറുപ്പും സ്നേഹവും ഒരേ സമയത്ത് ഒരു ഹൃദയത്തിൽ ഒരുമിച്ച് കൂടുകയില്ല. സന്തോഷവും സ്നേഹവും കൈമാറാനുള്ളതാണ് കുടുംബജീവിതം. ഇണകൾ തമ്മിലുള്ള ആശയവിനിമയ അപര്യാപ്തതയാണ് പലപ്പോഴും പല പ്രശ്നങ്ങളിലേക്കും വഴിതെളിയിക്കുന്നത്. വിവാഹപൂർവ്വ വിവാഹേതര പ്രണയങ്ങൾ പരാജയത്തിലാണ് സമാപിക്കുക. ഇത്തരം കേസുകൾ ഇല്ലാതാവാൻ സമൂഹത്തിൽ പ്രീ മാരിറ്റൽ കൌൺസിലിംഗും ഫാമിലി കൌൺസിലിംഗും നടക്കേണ്ടതുണ്ട്. വ്യക്തിയോട് പ്രണയം തോന്നുമ്പോൾ തന്നെ നിയന്ത്രിക്കാനുള്ള മനസ്സ് ഉണ്ടാക്കിയെടുക്കണം. മിസ്ഡ് കോളുകൾക്ക് പിന്നാലെ പോവാതെ കാര്യങ്ങളെ വിവേകത്തോടെ നിയന്ത്രിക്കുക.